ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. ഇവിടെ 5 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ എണ്ണീറ്റ് റെഡി ആയിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വർക്ക് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോവാണ്. അപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ നിന്ന് തുടങ്ങുക കേട്ടോ. അപ്പോൾ ഞാൻ വർക്കിന് പോകുന്നൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ചെയ്യാനാണ്. അപ്പോൾ അത് ആർക്ക് വേണ്ടി ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് വഴി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരാൾ തന്നെയാണ്. ഈ മേക്കപ്പിൻ്റെ കാര്യം പറയാനായിട്ട് ഞാൻ പഠിക്കാൻ ചെന്നപ്പോഴേ ആദ്യമേ പറഞ്ഞിട്ടുള്ളത് ഇനി അങ്ങോട്ട് ഉറക്കം ഉളയ്ക്കാൻ തയ്യാറായിക്കോ എന്നാണ്. കാരണം രാവിലെ നമ്മൾ എണ്ണീക്കണം. ഇപ്പം ബ്രൈഡ്സിനൊക്കെ ഒരുക്കാനാണെങ്കിൽ 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ എണ്ണീക്കണം. ഒരു സമയമില്ലാത്ത സമയത്തൊക്കെ ആട്ടോ ഇത് ഒരുങ്ങുന്നത്. അപ്പോൾ ഇതിപ്പോൾ രാവിലെ നമുക്ക് ചെന്ന് ഒരുക്കേണ്ട ഒരു പരിപാടിയാണ്. ഞാൻ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക, സൗണ്ടൊക്കെ വല്ലാതിരിക്കുക. ഞാൻ ചായ ഒന്നും കുടിച്ചില്ല, കുടിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ എന്തായാലും പെട്ടെന്ന് ഇറങ്ങാൻ പോവാണ്. ഇനി ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണിക്കാം കേട്ടോ. രാവിലെ തന്നെ നല്ലപോലെ മഴ ചതിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്കൂട്ടറിൽ പോകാവുന്ന ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചാൽ രാവിലെ വാപ്പിയെ ബുദ്ധിമുട്ടിക്കേണ്ട, ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചാലും നടക്കത്തില്ല. പിന്നെ വാപ്പിയെ കുത്തിപ്പൊക്കി എണീപ്പിച്ച് നമ്മൾ എന്തായാലും പോവാണ്. ഉമ്മച്ചി ഇവിടെ ആദ്യമേ കയറി ഇടം പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നത്? വീട്ടിലിറങ്ങിയപ്പോൾ ഭയങ്കര മഴയായിരുന്നെങ്കിലും നമ്മൾ അവിടെ ടൗണിലെത്തിയപ്പോൾ തന്നെ മഴയൊക്കെ മാറി തെളിഞ്ഞ അന്തരീക്ഷമൊക്കെ ആയി. അപ്പോൾ നമ്മളിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ആരുടെ വീട്ടിലെ ഈ പൂച്ചയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നമ്മുടെ സാലിഹൈത്താടെ വീട്ടിലാട്ടോ വന്നിട്ടുള്ളത്. കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ മുത്തുമണീസിൻ്റെ വീട്ടിലോട്ടാണ് വന്നത്. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടിട്ടുണ്ട്, സ്കൂളിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനെ നേരിട്ട് നമുക്ക് സംസാരിക്കാൻ ഇപ്പോഴാണ് പറ്റിയത്. അപ്പോൾ തുടക്കം തന്നെ കുറച്ച് നേരം നല്ലപോലെ തകൃതിയായിട്ട് സംസാരിക്കുകയാണ്. പിന്നെ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് അതിനൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇത്താടെ ഔട്ട്ഫിറ്റും ഒരു സാരി അതുപോലെ തന്നെ നല്ല വർക്കുള്ളൊരു ബ്ലൗസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി അതെങ്ങനെ സെറ്റ് ആക്കണം എന്നൊക്കെ ഉള്ളത്. ഉമ്മച്ചിയാണ് സാരി ഡ്രേപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഉമ്മച്ചി അതൊക്കെ എങ്ങനെ പ്ലീറ്റ് എടുക്കണമെന്നൊക്കെ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ പൂച്ചയുടെ ദേഹത്ത് ഫുൾ ആ സാരി അങ്ങ് ചുറ്റിപ്പറ്റി അങ്ങനെ ഇരുന്ന് കേട്ടോ. പാവത്തിനെ പിന്നെ രക്ഷപ്പെടുത്തി ഞാൻ. പിന്നെ നീണ്ട ഒരു സംസാരത്തിനൊക്കെ ഒടുവിൽ ഞാൻ എന്തായാലും പ്രൊഡക്ട്സ് ഒക്കെ എടുത്ത് വെക്കുകയാണ്. സംസാരിച്ചിരുന്നാൽ ഞങ്ങൾ ഇരുന്നങ്ങ് സംസാരിക്കും. അപ്പോൾ ബാക്കി ഇനി ഒരുക്കങ്ങളിലൂടെ ആവാം സംസാരം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പ്രൊഡക്ട്സ് ഒക്കെ എടുത്ത് വെച്ചു. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇത്ത സാരി ഉടുക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണും. പിന്നെ നമ്മളൊരു ബിഫോർ ആഫ്റ്റർ ലുക്കിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുമല്ലോ. അപ്പോൾ ആ പരിപാടിയാണ്. അതുപോലെ തന്നെ ലെൻസ് ഒക്കെ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉമ്മച്ചി ഇവിടെ അടുത്തുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇരുന്ന് നിന്നാൽ മാത്രം മതി. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തുടങ്ങുകയാണ് നമ്മുടെ മേക്കപ്പിൻ്റെ പരിപാടികളൊക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ തൊട്ട് അവസാനം വരെയും കാണുമ്പോൾ മനസ്സിലാവും ആ വാ അനങ്ങാതിരുന്നിട്ടില്ല ഗൈസ്. നമുക്ക് എപ്പോഴും സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. ഇത്ത എപ്പോഴെങ്കിലും നിർത്തി നമുക്ക് ബോറടിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യം സംസാരിക്കും. പിന്നെയും ഇത്ത അതിനെക്കുറിച്ച് സംസാരിച്ച് പോകും. പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. ബോറടിച്ചതേ ഇല്ല, ടൈം പോയതേ അറിഞ്ഞില്ല. നമ്മൾ വീഡിയോസിൽ എങ്ങനെയാണോ കാണുന്നത് അതേ ഒരു ആക്റ്റീവും കാര്യങ്ങളൊക്കെ ആട്ടോ പുള്ളിക്കാരി. അപ്പോൾ കുഞ്ഞുങ്ങളെ ഒന്നും നമുക്ക് രാവിലെ കാണാൻ കിട്ടിയില്ല. മേക്കപ്പൊക്കെ കഴിഞ്ഞ് പകുതി ആയപ്പോഴാണ് പൊന്നൂസും മോനൂട്ടിനും ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. 100 സംതിങ്. 100 അത്രേ ഉള്ളോ? ഞാൻ പിന്നെ കാറിനകത്ത് വെളിയിറങ്ങാറില്ല. കാരണം എനിക്ക് വെയിൽ കൊണ്ടാ പിറ്റേന്ന് പനിയാണ്. എന്നാ കല്യാണത്തിനെ കണ്ട് വെച്ചതാ ഇത്. അങ്ങനത്തെ ഇറിറ്റേഷൻ ആയിട്ടൂടെ കണ്ണ് കാണുമോടി, കാഴ്ചക്കുറവുള്ളതാ. ഇപ്പൊ ഇത്ത മേക്കപ്പ് തീരുന്നവരെ ഒരു ബ്ലർനെസ് തോന്നും. പക്ഷെ ഇങ്ങോട്ട് നോക്കണേ. എങ്ങോട്ടാ? അങ്ങോട്ട് നോക്കൂ. ശരിയായോ? ചെറിയൊരു തടസ്സം പോലെ ഉണ്ട്. മാറുമോ? എനിക്ക് റീൽസ് ചെയ്യണം. ഞാൻ പിന്നെ മോനെ ഡാൻസ് ടീംസ് ആയതുകൊണ്ട് പിന്നെ ഞാൻ കളർ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഡാർക്ക് സർക്കിൾസ് മാത്രം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ആ സ്കിന്നിലില്ലായിരുന്നു. ഫെയർ സ്കിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ടാസ്ക് ഒന്നുമില്ല, സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൊന്നൂസ് പഠിച്ച സ്കൂളിൽ തന്നെയല്ല ഞാനും പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതെ, ഞാനും അവിടെ തന്നെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ അല്ല, ഇപ്പോൾ ഞാൻ കോളേജിലോട്ട് മാറി. പൊന്നൂസ് ഇപ്പോഴും ആ സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിട്ട് കലോത്സവത്തിന് വീഡിയോസൊക്കെ ഇട്ടപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം സ്കൂളല്ലേ, നിങ്ങൾ മീറ്റ് ആക്കിയിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോഴൊക്കെ നമ്മൾ മീറ്റ് ആക്കിയിട്ടുണ്ട്. പ്രോഗ്രാമിൻ്റെ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഇങ്ങനെ സംസാരിക്കാനോ പല പല തിരക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ കോസ്റ്റ്യൂം വന്നിട്ട് ഒരു റാണി പിങ്ക് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഐ മേക്കപ്പും അതുപോലെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഐ ഷാഡോ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കിതിപ്പോൾ കിട്ടുമല്ലോ,
അപ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡായിരുന്നു ഞാൻ ഐ മേക്കപ്പായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ താഴെ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ ഐലൈനർ. അത് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് ആയിട്ടില്ല കേട്ടോ. ഐ മേക്കപ്പിന് ഇനി താഴെ നമുക്ക് ഇത് മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഷെയ്ഡൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഇഷ്ടമായെന്നുണ്ടായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഒരാളെ കണ്ടുപിടി. റിയയുടെ കാര്യത്തിലാണ് എന്റെ പാട്. ഞാൻ എപ്പോഴും ദുആ ചെയ്യുന്ന ഒറ്റ കാര്യമാണ്, നമ്മൾ എന്തൊക്കെ സെറ്റാക്കിയാലും ചിലപ്പം അങ്ങനല്ല. നമ്മളിപ്പോൾ പ്രേമിക്കുന്ന സമയമാണെങ്കിൽ പോലുമേ പ്രേമിക്കുമ്പോൾ ഉള്ള ഫോൺ വിളിയും കറക്കം പോലല്ല നമ്മൾ നേരിട്ട് ജീവിക്കുമ്പോഴാ നമുക്ക് നമ്മൾ അറിയാത്ത ഒരുപാട് സ്വഭാവങ്ങൾ അവർക്ക് കാണും. കാരണം 24 മണിക്കൂർ നമുക്ക് കൂടെയുമ്പോഴേ നമ്മുടെ നെഗറ്റീവ് അപ്പോഴാണ് അവരറിയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ വിചാരിച്ചാലും നമ്മൾ അന്നേരമായിരിക്കും അറിയുന്നത്. ഞങ്ങൾ എന്തോ ഒരു ടോപ്പിക്കിൽ തുടങ്ങിയ ഒരു സംസാരം ഈ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ മേഖലകളിലോട്ടങ്ങ് പോയതാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇങ്ങനത്തെ സംഭാഷണങ്ങൾ തന്നെ ആയിരുന്നു കേട്ടോ കൂടുതലും. അപ്പോൾ നമ്മൾ മേക്കപ്പ് നമ്മൾ ലിപ്സ്റ്റിക് ഒന്നും ഇട്ട് കൊടുത്തില്ല. കാരണം ആ കൈ ആണെങ്കിൽ ഫേസിൽ അടങ്ങിയിരിക്കത്തില്ല, എപ്പോഴും കൈ ഫേസിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊന്ന് ഹെയറൊക്കെ ഒന്ന് പിടിച്ചിടാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, നേരത്തെ എനിക്ക് ഇത്തായോട് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഷാമ്പൂ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ സെറം യൂസ് ചെയ്തു. നമ്മൾ അയൺ മെഷീൻസ് ഒക്കെ സെറം വെച്ച് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു നമ്മൾ പിടിച്ചാൽ കിട്ടുന്നിടത്ത് ഇരിക്കത്തില്ല. എത്ര സ്ട്രെയിറ്റ് ചെയ്താലും ക്രിമ്പ് ചെയ്താലും അതിൻ്റെ ഒരു നമ്മൾ ഫിനിഷിങ് കിട്ടണമെന്നില്ല ഈ സെറം ഒക്കെ യൂസ് ആക്കുമ്പോൾ. ആദ്യം വെച്ചപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പൊ അറിയുന്നില്ല. കൊള്ളാവോടി. അപ്പോൾ സൈഡ് പാർട്ടീഷൻ ആട്ടോ എപ്പോഴും ഹെയർ എടുക്കാറുള്ളത്. അപ്പോൾ അതുപോലെ ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ടർബനാണ് കിട്ടുന്നത്. നോർമലി എപ്പോഴും ഷാൾ ഇടുന്ന പോലെയല്ല, ടർബൻ കെട്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു മോഡലിൽ തന്നെ നമ്മൾ സൈഡ് പാർട്ടീഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിപ്പും ആ ഒരു പിങ്ക് ഷെയ്ഡ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഐ മേക്കപ്പിന് പറ്റിയ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക്. സ്കിൻ ടോണൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻസും അതുപോലെ തന്നെ ഡ്രസ്സിന് പറ്റിയ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ആട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളതും. ഇതിപ്പോൾ എന്തിനാണ് ഈ മേക്കപ്പ് ലുക്ക് കൊടുത്തതെന്നും എന്താണ് പരിപാടി എന്നൊക്കെ ഇത്താടെ ചാനലിൽ അവർ റിവീൽ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് മക്കളൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ഹെയറൊക്കെ ഒന്ന് എന്താ പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നുമില്ല, ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഐഷാഡൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് സുന്ദരിയാക്കി ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും പൊന്നൂസും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പെട്ടെന്നൊരു റീൽസ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. വാട്ടർ പാക്കറ്റ് ഡാൻസ് ഓൾറെഡി ഇപ്പോൾ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ പഠിച്ചു, അത് കളിച്ചു. എങ്ങനെ പെട്ടെന്ന് സാധിച്ചെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും കളിച്ചു കേട്ടോ. എന്നിട്ടല്ലയോ എന്നിട്ട് എന്തുവായിരുന്നു? താങ്ക് യു. എന്റെ വർക്ക് കണ്ടിട്ട് എനിക്ക് ഇനി അല്ലാതെ ഒരുപാട് വർക്കുകൾ ഒപ്പിച്ച് തരാം. അപ്പൊ ഇനിയും കാണാം. ടാറ്റ. 5 മിനിറ്റ് കൊണ്ട് ഒരുങ്ങിയ ആൾക്ക് സ്പെഷ്യൽ കൂടാം. ഓക്കെ ബൈ. ശരി, ടാറ്റ. ഗൈസ്, അപ്പോൾ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മളിനി ഫുഡ് വാങ്ങിക്കാൻ പോകാം. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇപ്പം എന്തായാലും ഇനിയിപ്പോൾ ചെന്നപ്പോൾ 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ നല്ല ടയേർഡായി. ഇനി എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ട്, അതിന് പോകണം. ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമല്ലോ ഫുഡ്. യെസ്, നമ്മൾ പൊറോട്ട വേണം എനിക്ക്.
അപ്പോൾ എന്തായാലും ഫുൾ പ്ലാനും തെറ്റിയിരിക്കുകയാണ്. നമ്മൾ പാഴ്സൽ വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്ന സമാധാനത്തോടെ കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് മാത്രമായിട്ട് ഞാൻ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. കാരണം എനിക്ക് ഡ്രൈവിങ്ങിന് പോകണമായിരുന്നു. സമയം 9:30 പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 10 മണിയൊക്കെ ആയി. അപ്പോഴത്തേക്ക് എന്തായാലും പെട്ടെന്ന് ഫുഡ് കഴിക്കുകയാണ്. ധൃതി വെച്ച് എന്തൊക്കെയോ വാരിക്കയറ്റി കഴിക്കുന്നുണ്ട്. നല്ല കടലക്കറിയും പൊറോട്ടയായിരുന്നു കേട്ടോ. പൊറോട്ടയാകുമ്പം വയറ് നിറഞ്ഞിരുന്നോളും. പറപ്പിച്ച് വീട് പാപ്പാ ഉണ്ടായിരിക്കടാ, ഓടുന്ന തന്നെ ഭാഗ്യം. ഇല്ല, ഞാൻ തന്നെ പറഞ്ഞു വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോ എന്തോ, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാതിരിക്കും ചിലപ്പോൾ. അപ്പോൾ എന്താ ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ക്ലാസ്സിന് കയറിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ എന്താ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ടൗൺ ഏരിയ ആണ് എനിക്ക് ഓടിക്കാൻ കിട്ടുന്നതെന്ന് അറിഞ്ഞിട്ടാണ്. എന്താവുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അധികം കിട്ടിയിട്ടില്ല. ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള റോഡിൽ, നേരെയുള്ള റോഡിൽ ആർക്ക് വേണമെങ്കിലും ഓടിക്കാമല്ലോ. അപ്പോൾ ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾ എത്തിയിട്ട് പൂ വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അവിടെ നിന്ന് ബഹളം വെക്കുകയാണ്, എവിടെ പൂ, എവിടെ കൊട്ടയൊക്കെ കാലിയാണല്ലോ എന്ന്. കാരണം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ചുമ്മാ അടി ഉണ്ടാക്കണമല്ലോ. മാത്രമല്ല നമ്മുടെ ഏരിയ ആണ് അതെന്ന് പറയുന്നത്, ബസ് സ്റ്റാൻഡ്. ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെയാണ് കൂടുന്നത്. അപ്പം നമുക്ക് ചേട്ടനെ അറിയാം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്നായിട്ട് ഫ്ലവേഴ്സൊക്കെ വാങ്ങുന്നതും. അങ്ങനെ ചുമ്മാ നിന്ന് തർക്കിക്കുകയാണ് ഞാൻ. നെക്സ്റ്റ് നമ്മളിനി പോകുന്നത് ഒരാളെ മീറ്റ് ആക്കാനാട്ടോ. അപ്പോൾ എനിക്കിനി നെക്സ്റ്റ് ചെയ്യാനുള്ള ബ്രൈഡിനെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചേച്ചിയുടെ സ്കിൻ ടൈപ്പും അതുപോലെ തന്നെ ഹെയറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടൗണിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഒന്ന് മീറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വർക്ക് വന്നിട്ട് ഇപ്പോഴാണ് ചേച്ചി മീറ്റാക്കി കഴിഞ്ഞ് നമ്മൾ പോകാൻ നേരം നമ്മളൊരു സബ്സ്ക്രൈബറിനെ കണ്ടു, എനിക്കറിയാവുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്തായാലും വീട്ടിലോട്ട് പോവാണ്. നല്ല മഴക്കോളുണ്ട്. അതിന് മുന്നേ വീട് പറ്റണോ എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉമ്മച്ചി പറപ്പിച്ച് വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ വീട്ടിലെത്തി. ഇവിടെ നല്ല മഴയാട്ടോ, നല്ല മഴ പെയ്യുന്നുണ്ട്. എനിക്ക് നല്ല ക്ഷീണവും ഉണ്ട്. ഇപ്പോൾ സമയം 12 മണിയാവാൻ പോകുന്നു. 11:30 ആയതേ ഉള്ളൂ. വയ്യ, നല്ല ടയേർഡാ. ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 2 വീലറിന് പോകാനായിട്ട് വൈകിട്ട് വിളിക്കുകയാണെങ്കിൽ അതിനും പോകണം. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വയ്യ, എനിക്കെന്തോ ഒരു വയ്യായ്മയുണ്ട്, തലവേദനയൊക്കെ ഉണ്ട്. പക്ഷെ മാറും, കുളിച്ചാൽ മതി. കുളിച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആയിക്കോളും. കുളിക്കണം. കുളിച്ചൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് എനർജി ആയി കേട്ടോ. ആ ഒരു ടയേർഡൊക്കെ മാറി. പിന്നെ ഇവിടെ കുറച്ച് മെസ്സായിട്ടൊക്കെ കിടക്കുക. ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളും ഇതെല്ലാം ഇനി തിരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കണം. നമുക്കിനി അടുത്തൊരു വർക്കിന് പോകുമ്പോൾ ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കി കഴുകാനുള്ളതൊക്കെ കഴുകി. ഇപ്പോൾ ബ്രഷ് യൂസ് ആക്കിയത് വീണ്ടും നമുക്ക് യൂസ് ആക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം. പിന്നെ ഇത് എവിടെയാണോ ഇരിക്കുന്നത് അവിടെയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കുളിച്ചു. ഇതിപ്പോൾ രാവിലെ ക്രം കോട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് വന്നിട്ട് ഇതിപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ ഇപ്പോൾ കൊടുക്കാനുള്ള കേക്കാട്ടോ. ഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാം. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ചോറ്, പപ്പടം, നല്ല മീൻ കറി, പയർ തോരൻ, പിന്നെന്തായിരുന്നു മീൻ പൊരിച്ചത്, പിന്നെ അച്ചാറ്, ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇനിയാണ് ഞാനൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പോകുന്നത്. ഫുഡൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ ഫസ്റ്റ് തന്നെ TV ഒക്കെ ഓൺ ചെയ്ത് ലൈറ്റ് ഫാനൊക്കെ ഇട്ടിട്ട് ഞാനൊരു സ്ഥലത്തോട്ടങ്ങ് ഇരിക്കും. എൻ്റെ മെയിൻ സ്ഥലമാണ്. TV കണ്ടിട്ട് ഫുഡ് കഴിക്കുന്ന, എനിക്ക് TV കണ്ടിട്ട് തന്നെ ഫുഡ് കഴിക്കണമെന്നൊന്നുമില്ല. പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുറച്ചും കൂടി നല്ലപോലെ ഇറങ്ങും. പിന്നെ നല്ല മഴ കാരണം ഉമ്മച്ചിയുടെ താമര ഇങ്ങനെ തണ്ടൊടിഞ്ഞിങ്ങനെ വീണ് കേട്ടോ. വെട്ടിയിട്ട് വാഴത്തണ്ട് പോലെ കിടക്കുന്നുണ്ട്. ഞാൻ പിന്നെ അത് നേരെയാക്കി ഒരു തണലൊക്കെ ആയിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ ഇഹ്സാൻ്റെ അടുത്തോട്ട് പോയി. ഇഹ്സാനെയും അംതുനെയൊക്കെ കാണാനായിട്ട്. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടു കാണും. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഒരു എക്സ്പ്രഷനാണ്, എന്താണ് ഇങ്ങനെ പതിവില്ലാതെ കാണാൻ വരുമ്പോൾ ഒരു ഫോണൊക്കെ പിടുത്തം എന്നൊക്കെ വിചാരിച്ച് നേരെ വന്നിട്ട് ഇറങ്ങി വരിക, മഴയത്ത് ഇറങ്ങി അങ്ങ് പോകാനായിട്ട്. ഞാൻ പിന്നെ പിടിച്ച് കയറ്റി അകത്തോട്ട്. പിന്നെ എന്തായാലും ഇഹ്സാൻ്റെയും അംതുൻ്റെയും കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴേ നമ്മൾ ഫ്രീ ആവും ഗൈസ്. ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ അംതുൻ്റെ ആയിരുന്നു കേട്ടോ ബേബി ബോൺ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 1 മില്യൺ പ്ലസ് വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. 1 മില്യൺ അടിച്ച മുതലാണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത്. പിന്നെ ഒരു 1.5 മണിക്കൂർ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വരാനുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇടാൻ പോകുന്ന വ്ളോഗ് എഡിറ്റ് ചെയ്ത് ഇപ്പോൾ തുടങ്ങിയാലേ എനിക്ക് നിങ്ങളിലേക്ക് ഇത് എത്തിക്കണ്ടേ. അപ്പോൾ എനിക്ക് നാളെ വേറെ പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ ഇത് എഡിറ്റ് ചെയ്ത് മാറ്റണമായിരുന്നു. അങ്ങനെ വീട്ടിൽ ചെന്ന് എഡിറ്റിംഗ് തുടങ്ങി ഗൈസ്. അപ്പോൾ ഞാനൊരു 3-3:30 ആയപ്പോൾ ഉറങ്ങി. 5 മണിയായപ്പോൾ എണ്ണീറ്റു. ഒരു അരമണിക്കൂർ ഉമ്മച്ചിയെ വാപ്പിയൊക്കെ പോയി ശല്യം ചെയ്തിട്ട് ഇപ്പം കോഫി കുടിക്കാൻ പോവാട്ടോ. ഉറക്കം എണ്ണീറ്റേൻ്റെ ആ ഒരു ഇത് മാറിയിട്ടില്ല. ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ അപ്പുറത്തുനിന്ന് വന്നിട്ട് കുറച്ച് നേരം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഉറക്കം വന്ന് അങ്ങനെ കിടന്ന് ഉറങ്ങി. അപ്പോൾ കോഫി കുടിക്കുവാണ്. മധുരം ഇട്ടില്ല. നമുക്ക് വൈകിട്ടൊന്ന് ഷോപ്പിങ്ങും അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. നാളെ ഒരു ഓണം ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത്
വാങ്ങണം. അതുപോലെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. വാപ്പി ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളൊന്നും അങ്ങനെ പുറത്തോട്ടൊന്നും ഒരുമിച്ച് നല്ലപോലെ പോയില്ല. വന്നതിന് ശേഷം തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഒരുങ്ങി, ഞാൻ മാത്രമേ ഒരുങ്ങുള്ളൂ. അപ്പോൾ ഒരുങ്ങട്ടെ വേഗം. ഇവിടെ എന്തോ ഒരു പന്തികേടുണ്ട്, പക്ഷെ അതൊക്കെ മതി. അല്ല ഇവരെന്നെ കൊണ്ടുപോകത്തില്ല. നമ്മൾ എന്നിട്ട് ഇങ്ങനെ പോണീറ്റയിൽ ഇട്ടുക, ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ഇടുക. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങ് ഇടുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇടുക. കഥം റെഡിയായി ഗായ്സ്. നമുക്കിനി വാപ്പി പൊക്കാം, എന്നിട്ട് പോവാം. അപ്പോൾ നമുക്കൊരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അത് നമ്മുടെ മാമിയുടെ വീട്ടിലോട്ട് തൽക്കാലം വെച്ചിട്ടാട്ടോ. അപ്പോൾ അവിടെ നിന്ന് വന്ന് അവർ പിക്ക് ചെയ്തോളും. അപ്പം ഇഹ്സാനുള്ളതല്ല കേക്ക് എന്ന് അറിഞ്ഞപ്പോൾ ഉള്ളൊരു ചമ്മലാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോവാണ്. ഫസ്റ്റൊക്കെ മുന്നേയൊക്കെ കൊച്ചിലെ ഡ്രൈവിംഗ് സീറ്റിൽ ഫസ്റ്റിലേ കയറി ഇരിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല, ബാക്കിൽ നേരെ ഇടം പിടിക്കുക, അതാണ് സംഭവം. അപ്പോൾ എൻ്റെ ഈ ഒരു ധാവണി ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തില്ല. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരം ഇതിനൊന്നും പോയിട്ടില്ല. എന്തായാലും പോകും ഇൻഷാ അല്ലാ. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ. നെഹിസാനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്, സൂപ്പറാണോ കൊള്ളാമോ. ഇവൻ അവിടെ ബാക്കിലിരുന്ന് എക്സ്പ്രഷൻ ഇട്ട് തകർക്കായിരുന്നു. പിന്നെ ഈ കാണുന്ന ബ്ലൗസ് ലാസ്റ്റ് ഇയർ പ്രോഗ്രാമിനിട്ട ഓണത്തിനിട്ട ബ്ലൗസാട്ടോ. അപ്പോൾ എത്ര അടിച്ചിട്ടും അങ്ങോട്ട് എൻ്റെ ഡ്രസ്സ് ഈ ചേച്ചിയാട്ടോ മിക്കതും അടിക്കുന്നത്. അത് സ്റ്റിച്ച് ചെയ്ത് എന്നെ പറയാനായിട്ട് ഇനി ഒന്നുമില്ല. ഞാൻ പിന്നെ അത് നിന്ന് കേൾക്കണമല്ലോ. ഒരു മര്യാദയൊക്കെ വേണ്ടേ എനിക്ക്. പിന്നെ നമ്മൾ രാവിലെ പോയ പൂക്കടയിൽ ചെന്നിട്ട് മുല്ലപ്പൂവും തുളസിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹിസാനെ മണപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചു. അങ്ങനെ വലിയ താല്പര്യ കക്ഷിയല്ല ഗൈസ്. എന്തായാലും അവിടെ നിന്ന് പൂക്കളൊക്കെ വാങ്ങിച്ചിട്ട് നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ടായിരുന്നു. വാപ്പിക്ക് കുറച്ച് ടീഷർട്ട്സ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ കയ്യിലിരിക്കുന്ന ആ ഒരു പിങ്ക് ഇല്ലേ, ആ ഒരു ടീഷർട്ട് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. കുറേ ബ്ലൂ ബ്ലാക്ക് ഒക്കെ ആയിട്ട് കുറേ റിപ്പീറ്റഡ് ആയിട്ട് വാപ്പി വീണ്ടും നോക്കി. ഞാൻ പിന്നെ എന്തായാലും പിങ്ക് തന്നെ, ആ ഒരു പിങ്ക് കളർ തന്നെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായാലും എടുത്തു. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇഹ്സാനാണെങ്കിൽ ആ ഓടിയ ഓട്ടത്തിന് ഇതിനെ എവിടെ വെച്ചാണോ ഞങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. സ്വിച്ച് ഇട്ട പോലെ ഒരു ഓട്ടമായിരുന്നു ഗൈസ്. നമ്മളൊന്നും അറിയത്തത് പോലും ഇല്ല. നമ്മൾ പിടിച്ചുകൊണ്ട് പോകുന്ന കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും പിള്ളേരെ പിടുത്തക്കാരാണെന്ന്. അമ്മാതിരി ഓട്ടമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മന്തി, അതുപോലെ തന്നെ നമുക്ക് മന്തിയൊക്കെ നമ്മൾ അതൊന്ന് ഓർഡർ ചെയ്തെന്ന് പറഞ്ഞ് എത്ര പോയി ഇരുന്നാലും ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ചേട്ടാ ഇത്തിരി മന്തി, അത് ആ ഒരു കണക്കിലായിരിക്കും ഞങ്ങൾ എപ്പോഴും എത്തുന്നത്. അങ്ങനെ ഒരു ഷവർമയും മന്തിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ പോയ കോലമല്ല, വന്നപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ തുടങ്ങിയ ഓട്ടം, ഇടയ്ക്കൊന്നും ഉറക്കം കിട്ടി, റെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതിലും ഓട്ടമുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ വ്ളോഗ് എടുത്തിട്ട് പകുതിക്ക് വെച്ച് നിർത്തി പിന്നെ വേറെ തിരക്കിൽ പോയിട്ടുള്ള ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് എന്തായാലും ഞാൻ മാക്സിമം എടുക്കണം. ഇടയ്ക്കിടയ്ക്ക് മറന്നു പോവും. അപ്പോൾ ഉമ്മച്ചി പറയും വ്ളോഗ് ഓടുന്നുണ്ടേ മറക്കല്ലേ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നല്ല ടയേർഡായി, ഇനി ഒന്ന് ഫ്രഷ് ആവണം, കിടന്നുറങ്ങണം. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.